ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫാഷൻ മാനിയ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് കാണാൻ പറ്റും, ഒരു മയിലിൻ്റെ ഫിഗർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് തുണിയിലല്ല, ഒരു ക്യാൻവാസിലാണ് വരച്ചിരിക്കുന്നത്. ക്യാൻവാസിൽ വരച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഇത് തുണിയിലാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകൾ പറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി ചീത്തയായി പോകും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ക്യാൻവാസിൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. ക്യാൻവാസിന് മറ്റൊരു പോരായ്മ കൂടിയുണ്ട്. നമ്മളിത് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നത് നന്നായിട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് തുണിയിൽ ഒട്ടിക്കുന്ന സമയത്ത് ഈ വെളുത്ത ഭാഗം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. അതല്ലാത്ത പക്ഷം നമുക്ക് തുണിയിൽ തന്നെ ചെയ്യാം. പക്ഷെ തുണിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള തുടക്കക്കാർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. ഈ തുണി ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ ചീത്തയായി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതിന് ശേഷം തുണിയിൽ ഫിക്സ് ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് എന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നത് പോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയൊരു വ്യൂവർ ആണ് നിങ്ങളെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ മറ്റൊരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡിസൈൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് എനിക്കൊരു മിറർ ആവശ്യമുണ്ട്. മിറർ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം അത്യാവശ്യം ചെറുതൊന്നുമല്ല, കുറച്ചുകൂടി വലിയൊരു സൈസാണ്, എന്നാൽ തീരെ വലുതും അല്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ് നമുക്ക് ആവശ്യം. ഈ ഡിസൈൻ നിങ്ങൾക്ക് വലുതായിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ മിറർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മിറർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിററിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു ഈ ഒരു സർക്കിളില്ലേ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ സർക്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഒരു പോർഷനാണ് വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ ഇതുവരെ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ മുകളിലത്തെ പോർഷൻ്റെ നടുക്ക് നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ 3 എഴുതത്തില്ലേ, അതുപോലെ ചെറിയൊരു കർവ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അടുത്തായിട്ട് എനിക്ക് വേണ്ടത് ഇതുപോലെ അടുത്തൊരു കർവാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇതിലിപ്പം ഡിസ്റ്റൻസിൽ വ്യത്യാസം വന്നു എന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന വര കുറച്ചൊന്ന് ചരിഞ്ഞു പോയി കഴിഞ്ഞാലും അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. 2-3 വട്ടം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് നന്നായിട്ട് വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഇതുവരെയാണ് ലൈൻ വരയ്ക്കേണ്ടത്. ഇതുവരെ നമ്മൾ ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞു വന്ന് ഇവിടെ നമ്മൾ ഇതൊന്ന് ഈ രണ്ടാമത് വരയ്ക്കുന്ന ലൈൻ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു കർവ് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊണ്ടുവന്നു. ഇനി നമുക്കിതിനെ നന്നായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഈ മയിലിൻ്റെ തലയാണ്. അപ്പോൾ ഇതുവരെ നമ്മളിത് വരച്ചു വെച്ചിട്ടുണ്ട്. കഴുത്ത് വരെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ മയിലിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും പോർഷനാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ഇതെന്തായാലും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് ഇത്രയും വരയ്ക്കാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്തായാലും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഒരു ഡിസൈനാണ് വരയ്ക്കേണ്ടത്. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് തുടങ്ങി ആദ്യം ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇതേപോലെ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഷേപ്പ് എല്ലാം ഒരേ സൈസൊന്നും അല്ല. അപ്പോൾ അതിൽ ഒരു പ്രശ്നവുമില്ല. കുറച്ച് താഴേന്ന് തുടങ്ങുന്നത് കുറച്ച് വലുതായിരിക്കണം, പിന്നെ അങ്ങോട്ട് പോകുന്തോറും കുറച്ച് ചെറുതായിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഈ വരച്ചിരിക്കുന്നതിനേക്കാൾ കുറച്ച് ലെങ്തിയാണ് ഈ അവസാനത്തെ പോർഷൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ചെറിയൊരു കർവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ ഷേപ്പ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നതിനും ഈ ഒരു ഷേപ്പ് വരണം.
ഇവിടെ നമ്മളൊരു ഷേപ്പ് കൊടുത്തതുപോലെ ദേ ഇവിടെയും ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മയിലിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. കഴിഞ്ഞു, നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഇതിനെ കുറച്ചുകൂടി വലുതാക്കിയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും സ്ലീവ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ വരയ്ക്കുന്നത് എങ്കിൽ രണ്ടും ഒരേ സൈസ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മിറർ ഒന്ന് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇത് ഗോൾഡ് കളർ സ്റ്റോൺ ചെയിൻ ആണ്. ഞാൻ ഈ മിററിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ച് വെക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഇവിടെ ഇപ്പം ഞാൻ ഗോൾഡ് എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മെറ്റീരിയലിനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കളറിന് സ്യൂട്ടാവുന്ന ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഗോൾഡൻ ഞാനിപ്പോൾ വച്ചിരിക്കുന്നതിൻ്റെ പുറമേ ഉള്ള ലെയറാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു എൻഡിൽ വന്ന് ഈ കർവ് ഇതുവരെ വരുന്നത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ലേസ് വെച്ചിട്ടാണ്. നമ്മൾ ഇവിടെ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് പോർഷൻസ് ഞാൻ ഒട്ടിച്ചിട്ടില്ല. അത് ഒട്ടിക്കാത്തതിന് കാരണം ഇതിനകത്ത് ഞാൻ ഇനി ഒരു കളറ് സ്റ്റോൺ വച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി ഒട്ടിക്കാം. ഇവിടെ ഈ പോർഷനിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സ്റ്റോൺസ് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് പശ തേച്ചിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അത് ഏത് കളർ വേണമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തും വയ്ക്കാം ബീഡ്സ്. ഇനി അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു ലൈനാണ് ചെയ്യേണ്ടത്.